الله ارحم عبد القادر وطلبي إلهي أنت مقصودي ورضا. നമ്മള് ഈ പരിശുദ്ധമായ ദീനിൽ നിന്ന് അകന്നു പോകുന്ന, അല്ലെങ്കിൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ നിന്ന് വിട്ടു നിന്നാല് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ആദർശങ്ങളും ആശയങ്ങളും എടുക്കും. അതിനുള്ള ഉദാഹരണമാണ് ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചത്. പുതിയൊരു ദിക്ർ, അല്ലെ ജാമസ്, ഞാൻ പോത്താണി എന്ന് പറയുന്ന ഒരു ദിക്ർ സമസ്തക്കാർ ചൊല്ലി നടക്കുന്നതാണ്. ഇന്ന് ഈ ആഴ്ചയിൽ പുതിയൊരു ദീൻ അവർക്ക് കിട്ടും, ദിക്ർ ജാഥ. നമ്മൾ വളരെ ചിന്തിക്കേണ്ട വിഷയമാണ്. ദിക്റായിട്ട് ഒരു ദിക്ർ ജാഥ എന്ന് പറഞ്ഞൊരു ഫ്ലെക്സ് ഒക്കെ ആക്കിയിട്ട് വഴി തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ പോകാൻ പോകുന്നു. അപ്പൊ ഈ സംസ്ഥാന ആൾക്കാർ ഇങ്ങനെ ദിക്ർ ജാഥ നടത്തി വലിയ പോസ്റ്റൊക്കെ ആയിട്ട് പോകുന്നതിന് തൊട്ട് മുമ്പ് ആ വഴിയിറങ്ങത്ത് ചെറിയ മക്കള്, ചിന്തിക്കുന്ന ചെറുപ്പക്കാരും മറ്റൊരു ഗ്രൂപ്പായിട്ട് നിൽക്കുന്നു. അവരുടെ കയ്യിലെ ഫ്ലെക്സ് ഉണ്ട്. അവരുടെ കയ്യിലുള്ള ഫ്ലെക്സിൽ കാണിച്ചിരിക്കുന്നത് ഫലസ്തീനിൽ കഷ്ടത അനുഭവിക്കുന്ന അല്ലെങ്കിൽ കൊല്ലപ്പെട്ട മക്കളുടെ ഫോട്ടോകൾ. അപ്പൊ ചിന്തിക്കുന്ന ചെറുപ്പക്കാരും അതുപോലെ ചെറിയ മക്കളും ഒരു ഭാഗത്ത്, കുറെ തലക്കെട്ട് കെട്ടിയ പൗരോഹിത്യത്തിന്റെ പുരോഹിതന്മാരും മറ്റൊരു ഭാഗത്ത്. പൗരോഹിത്യത്തിന്റെ കയ്യിലിരിക്കുന്നത് ദിക്ർ ജാഥ, ചെറിയ മക്കളുടെ കയ്യിലിരിക്കുന്ന ഫലസ്തീന് വേണ്ടിയുള്ള പ്ലേ കാർഡുകളും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളും. സഹോദരന്മാരെ അതിനിടയ്ക്ക് കേരളത്തിലുള്ള ഒരു അറബി അധ്യാപകൻ ഫലസ്തീനിലെ മക്കൾക്ക് വേണ്ടി, അല്ലെങ്കിൽ അവിടെ മരിച്ചു വീഴുന്ന മക്കളെ കുറിച്ച് ഒരു കവിത, ആ കവിതയൊക്കെ നിങ്ങൾ കേട്ട് കാണും. വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു കവിതയാണ്. മുസ്ലിം സഹോദരന്മാരുടെ പ്രവർത്തനങ്ങൾ നമ്മൾ അല്ലാഹുവോട് പ്രാർത്ഥിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. തൗഹീദിന്റെ നമ്മുടെ കുടുംബത്തുള്ള പ്രശ്നങ്ങളിൽ നമുക്ക് സോൾവ് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെ സാധിച്ചില്ല എങ്കിൽ, നമ്മൾ തൗഹീദ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതേപോലെയാണ് ആ മുസ്ലിം സഹോദരൻ തന്റെ സഹോദരികളെയും ഉമ്മമാരെയും അതുപോലെ തന്നെ ഉമ്മമാരെയും വൃദ്ധരായിട്ടുള്ള ആൾക്കാരെ ഫലസ്തീനിൽ നിഷ്ഠൂരമായി കൊല ചെയ്യുന്നത് കൊണ്ട് ആ സഹോദരന്റെ ഗാസ തെരുവിലെ ചോര കണ്ടോ ഞാനും എഴുതിട്ടൊരു കണ്ണീർ കാലം കാവ്യം എന്ന് പറഞ്ഞൊരു കവിത. പക്ഷെ ആ സഹോദരൻ ഇങ്ങനെ എഴുതി വന്നതിന്റെ കൂടെ ലോക മുസ്ലിങ്ങളെ ചിന്തിപ്പിക്കുന്ന ഒരു വരിയുണ്ട്. ഒരു കുഞ്ഞിന്റെ ആത്മാവ് പറയുന്നതായിട്ട്, മരിച്ചത് ഞാനല്ല നീയാണ് മുസ്ലിമേ. വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയം. ലോക മുസ്ലിങ്ങളോട് ഫലസ്തീനിലെ ഒരു കുഞ്ഞിന്റെ ആത്മാവ് പറയുന്നത്, മരിച്ചത് ഞാനല്ല നീയാണ് മുസ്ലിമേ. നമ്മളത് ചിന്തിക്കേണ്ട കാര്യം. കാരണം അവർ മരിക്കാൻ ഒരു കാരണക്കാര് ലോക മുസ്ലിങ്ങൾക്ക് ഉണ്ട് എന്നാണ് അതിൽ തരുന്ന ഒരു പാഠം. അങ്ങനെയുള്ള ചിന്തിക്കേണ്ട സമയത്ത് ഒരു ഭാഗത്ത് മുസ്ലിങ്ങളെന്ന് അവകാശപ്പെടുന്ന ഭൂരിഭാഗം ആൾക്കാർ ദിക്ർ ജാഥ, മറുഭാഗത്ത് ചിന്തിക്കുന്ന ചെറിയ ചെറിയ മക്കളുടെ കയ്യിൽ പ്ലേ കാർഡ്, ഫലസ്തീനിലെ അക്രമം അവസാനിപ്പിക്കും. രണ്ടും നിങ്ങൾ ആലോചിച്ചു.